കലോത്സവങ്ങളൊക്കെ എപ്പോഴും ആഘോഷത്തിൻ്റെതാണ്. അവിടെ കൂടിച്ചേരലുണ്ട്, ആഘോഷമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇത് തർക്കത്തിലേക്ക് പോകാറുണ്ട്. ആ തർക്കം വരെ ഓക്കെ, പക്ഷെ അതൊരു സംഘർഷമാവുന്ന സാഹചര്യം വളരെ വളരെ മോശമാണ്. മാള ഹോളി ഗ്രേസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡി-സോൺ കലോത്സവത്തിനിടെ പക്ഷേ ഉണ്ടായത് വലിയ സംഘർഷമാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ ഉണ്ടായ വാക്കേറ്റം പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. പരിക്കേറ്റവരുമായി പോയ ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അടക്കം 10 പേർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. DYFI SFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് KSUവിന്റെ ആരോപണം. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി. രാജു, ഞാൻ തുടക്കത്തിൽ പറയുകയായിരുന്നു, ഈ വാക്കേറ്റമുണ്ടാവുക അല്ലെങ്കിൽ തർക്കമുണ്ടാവുക അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വെച്ചത് വാക്കേറ്റവും തർക്കവും ഒന്നുമല്ല, അതൊരു വലിയ സംഘർഷമാണ്. പരസ്പരം ചേരിതിരിഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ശ്രീജ, രാവിലെ തന്നെ നമുക്ക് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് സംപ്രേഷണം ചെയ്യേണ്ടി വരുന്നത്. ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കേണ്ട കോളേജ് അങ്കണങ്ങളാണ് ഇത്തരത്തിൽ സംഘർഷഭരിതമാകുന്നത്. വിധി നിർണയവുമായി, അതായത് സ്കിറ്റ് അവതരണത്തിന്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് പിന്നീട് അത് നേതൃത്വം ഏറ്റെടുക്കുകയും KSUവും SFIയും തമ്മിൽ സംഘർഷവും ഉണ്ടാവുകയും ചെയ്തത്. അതിക്രൂരമായ തരത്തിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണേണ്ടി വന്നത്. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായപ്പോൾ SFI ആണ് എന്ന് ഒരു വിഭാഗം പറയുകയും അതുപോലെ തന്നെ KSU ആണ് എന്ന് മറുവിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഡി-സോൺ കലോത്സവം തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് അവസാനിക്കേണ്ട ദിവസമായിരുന്നു. എന്നാൽ പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് നേരിയ അയവ് വന്നത്. സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. ഒരു വിദ്യാർത്ഥിയെ കൂടുതൽ പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ എടുക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ 2 വിഭാഗത്തിനെതിരെയും കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ പരിക്കേറ്റ ഈ വിദ്യാർത്ഥികളെ ഈ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് ആംബുലൻസ് തടയുകയും അവരെ പുറത്തേക്ക് വലിച്ചിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ ആംബുലൻസിന്റെ ചില്ലുകൾ തകർക്കുകയും ഇതേ തുടർന്ന് ഈ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഉൾപ്പെടെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെ ഓടി അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇത്തരത്തിൽ പരസ്പരം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതോടെ തുടർന്നുണ്ടായത്. പോലീസ് ഇപ്പോൾ 2 വിഭാഗത്തിനെതിരെയും കേസെടുക്കുമെന്നുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ശ്രീജ, ശരി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ മാള ഹോളി ഗ്രേസ് കോളേജിലായിരുന്നു കലോത്സവത്തിനിടെ ഇങ്ങനൊരു വലിയ സംഘർഷമുണ്ടായത്. KSU SFI പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് ജഡ്ജ്മെന്റിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം മാറുകയായിരുന്നു. തുടർന്ന് ഇവിടെ നിന്ന് പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ആംബുലൻസിന് നേരെയും അക്രമമുണ്ടായി. ആംബുലൻസിന്റെ ചില്ലുകൾ തകർന്ന നിലയിൽ കാണാം. ഇപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കലോത്സവത്തിൽ ഒരു ചെറിയ തർക്കത്തിൽ നിന്ന് തുടങ്ങിയതാണ് കാര്യങ്ങൾ. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡി-സോൺ കലോത്സവം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല ആ ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. ആ തൃശ്ശൂർ ജില്ലയിലെ കോളേജുകളൊക്കെ പങ്കെടുക്കുന്നതാണ് ഡി-സോൺ കലോത്സവം. ഈ കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ആദ്യം നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കാണാം. ഒരു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ കലോത്സവത്തിനിടെ ഉണ്ടാകുന്ന വാക്കേറ്റം അല്ലെങ്കിൽ തർക്കമൊക്കെ ഇത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത് അസാധാരണമാണ്. തൃശ്ശൂരിലെ മാള ഹോളി ഗ്രേസ് കോളേജിൽ ആണ് ഈ കലോത്സവത്തിനിടെ ഇത്ര വലിയൊരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടായത്. നമുക്ക് കസേരകൾ വലിച്ചെറിയുന്നു. ആ തരത്തിൽ വലിയ സംഘർഷത്തിന്റെ സാഹചര്യം തന്നെ. രാജു, ഈ കലോത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഡിസോണൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പോലീസ് സാന്നിധ്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനൊരു വലിയ അക്രമത്തിലേക്ക് പോകുമ്പോൾ അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? ഇതടിച്ചിട്ടുണ്ട്. രാജു, ഞാൻ ചോദിച്ചത് ഈ പോലീസിന്റെ ഒരു സാന്നിധ്യം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നീടുള്ള ദൃശ്യങ്ങളിൽ പോലീസിന്റെ ഒരു വലിയ സന്നാഹം കാണാം. പക്ഷെ കലോത്സവം നടക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായും പോലീസിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവാറുണ്ടല്ലോ. ഇത്ര വലിയൊരു അടി നടക്കുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ലേ? ശ്രീജ, പോലീസ് സാധാരണ സംഭവങ്ങൾ, സാധാരണ ആഘോഷവേളയിൽ അധികം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് സംഘർഷം ഉണ്ടായതിനെ തുടർന്നാണ് കൂടുതൽ പോലീസ് സംഘം ഈ വേദിയിലേക്ക് വരുന്നതും നിയന്ത്രണം ഏറ്റെടുക്കുന്നതും. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച പറയുന്നത്, സാധാരണ ഡിസോൺ കലോത്സവങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും എങ്കിലും അധികം പോലീസിനെ നിരത്താറില്ല. എങ്കിലും പിന്നീട് സംഘർഷം ഉണ്ടായതിനു ശേഷമാണ് പോലീസ് സന്നാഹം കൂടുതലായി എത്തുകയും അതോടൊപ്പം സംഘർഷത്തിന് നേരിയ അയവ് വരുത്താനും സാധിച്ചത്. ശ്രീജ, ശരി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ നമ്മൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ, ഈ പരിക്കേറ്റവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കത് കിട്ടുമ്പോൾ അതിലേക്ക് തിരിച്ചു പോകാം. എന്തായാലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഘർഷമാണ് ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മാള ഹോളി ഗ്രേസ് കോളേജിൽ ഉണ്ടായത്. ഇത് കലോത്സവങ്ങളിൽ ഈ ആഘോഷത്തിൻ്റെതാകേണ്ട കലോത്സവം ഇങ്ങനെ കയ്യാങ്കളിയുടെ ഉത്സവമായി മാറുന്നത് അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ല.